സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. വാശിയും വീറും നിറഞ്ഞ പോരാട്ടം എന്നതിനപ്പുറം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് വേറൊന്നും ആയിരുന്നില്ല. പക്ഷെ മഹാരാഷ്ട്രയിലെ മൽവാനിലെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ദിവസമായിരുന്നു അത്. കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം ബാലൻ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന ആരോപണവുമായി സ്ഥലത്തെ പ്രധാന വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് രംഗത്തെത്തി. സ്വാഭാവികമായും ഹിന്ദുത്വർ സംഘടിച്ചു. അവർ ഈ കുട്ടിയുടെ വീടിന് ചുറ്റും തടിച്ചുകൂടി. രംഗം സംഘർഷഭരിതമായി. മാൽവനിലെ പോലീസ് കുട്ടിയെയും രക്ഷിതാവിനെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അവരെ അറസ്റ്റും ചെയ്തു. ഉടൻ തന്നെ മുനിസിപ്പൽ അധികാരികൾ ജാഗരൂകരായി ഇവരുടെ ആക്രിക്കട തകർത്തു. ശേഷം കുട്ടിയുടെ പിതാവിൻ്റെ അമ്മാവൻ്റെ വീടും തകർത്തു. രണ്ടും യാതൊരു തരത്തിലുമുള്ള നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു വന്നത് മറ്റൊരു വിഷയം. രാജ്യത്തെ നിലവിലെ അവസ്ഥ വെച്ച് ഇത് വെറുമൊരു സാധാരണ സംഭവമാണ്. ഇത്തരം തകർക്കലുകൾ വലതുപക്ഷ സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥിരമായി അരങ്ങേറുന്നതായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇത് വാർത്തയാവുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഗതി പത്രത്തിലൂടെ അറിഞ്ഞ് സ്വയം കേസെടുത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പോലീസ് സൂപ്രണ്ടിനോടും ജില്ലാ കളക്ടറോടും വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ജനാധിപത്യ ഭരണക്രമത്തിന്റെ അടിത്തറയായ നിയമത്തിന്റെ പരമാധികാര സങ്കല്പത്തിനെതിരായാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവർ വിലയിരുത്തിയിരിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായും ഇവർ കണ്ടെത്തി. ഇത്തരം കേസുകളിൽ കോടതി സംവിധാനങ്ങൾ നടപടിയെടുക്കേണ്ടതിനു പകരം സർക്കാർ നടപടികൾ എടുക്കുന്നത് അധികാര വിഭജനം എന്ന ആശയത്തിനെതിരാണെന്നും വിലയിരുത്തലുണ്ടായി. 2024 നവംബറിൽ സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ ഗൗരവതരമായ നിലപാട് സ്വീകരിച്ചിരുന്നു. മുൻകൂർ നോട്ടീസ് കൊടുക്കാതെയുള്ള ഇത്തരം സകല നടപടികളും നിയമവിരുദ്ധമാണെന്നായിരുന്നു കോടതി വിധിച്ചത്. അതേസമയം ആക്രിക്കട നിയമവിരുദ്ധമായി സ്ഥാപിച്ചതായതുകൊണ്ടാണ് തങ്ങളത് തകർത്തതെന്നായിരുന്നു മുനിസിപ്പൽ അധികാരികളുടെ വാദം. പിന്നീട് പത്രക്കാരുടെയും മറ്റും നിരന്തരമായ ചോദ്യങ്ങൾ വന്നതോടെ ഈ വസ്തുത തെളിയിക്കാനുള്ള രേഖകളൊന്നും ലഭ്യമല്ല എന്നായിരുന്നു അവരുടെ മറുപടി. പിതാവിനും മകനുമെതിരായി പരാതി നൽകി അന്ന് തന്നെ കെട്ടിടങ്ങൾ പൊളിച്ചിരുന്നത്രേ. ഒരു അന്വേഷണത്തിനോ നോട്ടീസിനോ സമയമില്ലായിരുന്നു എന്ന് വ്യക്തം. പരിപാടിയിൽ പങ്കെടുത്ത ശിവസേനയുടെ ആളുകളാവട്ടെ മുസ്ലിം കുടിയേറ്റക്കാരായാണ് ഇവരെ വിശേഷിപ്പിച്ചത്. ഈ കുടുംബത്തെ ഗ്രാമത്തിൽ നിന്നും ആട്ടിപ്പായിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. ഇത്തരം വർഗീയ ശ്രമങ്ങൾക്ക് ഭരണഘടനാ ഏജൻസികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഒരു വലതുപക്ഷ MLA ഈ തകർക്കലുകളിൽ ആഹ്ലാദിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ സ്വാധീനവും ഭരണകൂട പിന്തുണയും കൂടിച്ചേർന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങളാണ് ഇത്തരം സംഭവങ്ങളെന്ന് ഇത് ഉറപ്പിക്കുന്നതായും കമ്മീഷൻ പ്രസ്താവിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലപാട് ഇത്തരം തകർക്കലുകൾക്കെതിരെയുള്ള പൊതു നിലപാടായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ധീരമായ നിലപാടുകളുടെ പേരിൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ ഇന്ത്യ സ്കാൻ അഭിനന്ദിക്കട്ടെ. RSS രാജ്യത്തിന്റെ ക്യാൻസർ ആണെന്ന തന്റെ പ്രസ്താവന പിൻവലിക്കാനോ മാപ്പ് പറയാനോ തയ്യാറല്ലെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഭീഷണികൾക്ക് മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഗാന്ധിയനായിരുന്ന P. ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനെത്തിയപ്പോഴായിരുന്നു RSS അപകടകരമായ ശത്രുവാണെന്ന് ഇദ്ദേഹം പറഞ്ഞത്. BJPയെ പരാജയപ്പെടുത്താനായേക്കും, പക്ഷേ RSSനുള്ളിലാണ് കൊടിയ വിഷമുള്ളത്. രാജ്യത്തിന്റെ ആത്മാവ് നശിപ്പിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അങ്ങനെ ആത്മാവ് നശിക്കുന്ന പക്ഷം രാജ്യം മുഴുവനായും നശിക്കും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന് വാഹനം തടയുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു പിന്നീട് RSS പ്രവർത്തകർ. പ്രസംഗിച്ചതിനെ കുറിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു സംഘപരിവാരത്തിന്റെ ആവശ്യം. പക്ഷെ പിന്നീട് ആലുവ UC കോളേജിൽ നടന്ന പരിപാടിയിലും അദ്ദേഹം തന്റെ വാദം ഉന്നയിച്ചു. താൻ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്രയും പ്രാധാന്യമുള്ള ഒരു പോരാട്ടത്തിലാണ് താൻ ഉള്ളതെന്ന് ഇതോടെ ഉറപ്പിക്കുകയാണെന്നും തുറന്നു കാണിക്കേണ്ട ഒരു പൊതുശത്രു നമുക്കുണ്ടെന്നും അദ്ദേഹം അവിടെ വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി. തന്റെ കാർ തടഞ്ഞു വെച്ചവർ കേരളത്തിന്റെ സ്വതസിദ്ധമായ സഹിഷ്ണുതയെ നശിപ്പിക്കുന്നവരാണെന്നും ഇത്തരം വിഷജന്തുക്കളെ പുറന്തള്ളാൻ കേരള ജനത തയ്യാറാവണമെന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. പഠിക്കാൻ മാർഗങ്ങളില്ലാതെ അലയുന്ന ഡൽഹിയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയിലേക്കാണ് ഇനി. സുപ്രീം കോടതി വരെ ഇവരുടെ കാര്യത്തിൽ മുൻപ് ഇടപെട്ടിരുന്നു. 2025 ഫെബ്രുവരി 17-നായിരുന്നു യോഗ്യതയുള്ള അഭയാർത്ഥികൾക്ക് ഹൈക്കോടതിയെ സമീപിച്ച് വിദ്യാഭ്യാസം നേടാൻ തയ്യാറാവാമെന്നായിരുന്നു കോടതിയുടെ വിധി. 2024 ഡിസംബറിൽ നൽകിയ പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. കാര്യം ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത്. 2019 മുതൽ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഭയാർത്ഥി കാർഡുകൾ നൽകിയാലും സ്കൂൾ അധികാരികൾ ആധാർ കാർഡ് സമർപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത് അത്രേ. അതേസമയം
അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരേതര ഏജൻസികളെ തടയാനുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. റോഹിംഗ്യക്കാരെ ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്നതിൽ നിന്നും ഒരു സുരക്ഷാ പ്രശ്നം എന്നതിലേക്ക് മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് NGOയുടെ ആളുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കായി സഹായം നൽകാൻ പലരും തയ്യാറാവുന്നില്ല. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങാൻ സ്ഥലവും മറ്റും നൽകിയ പലരും പോലീസിന്റെയും മറ്റും ഇടപെടൽ കാരണം അതിൽ നിന്നും പിന്മാറുകയാണത്രേ. ഡൽഹിയിൽ BJP അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.